കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ നിധി സൂര്യയെ വിളിക്കുന്നുണ്ടെങ്കിലും നിധിയെ രാത്രി വിളിക്കുമ്പോഴേക്കും കോൾ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ദേഷ്യത്തിൽ സൂര്യ രാവിലെ തന്നെ നിധിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ നിധിയുടെ റൂമിലെത്തിയ സാന്ദ്ര മൊബൈലിലെ മിസ്ഡ് കോൾ കണ്ട് അതിനെപ്പറ്റി നിധിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അവനൊരു സൈക്കോയാണെന്നും ഇങ്ങനെ ഒരാളോടൊപ്പമാ എന്നെ വിവാഹം കഴിച്ചയപ്പിക്കാൻ പോകുന്നെന്നും അതെന്താ ആരും മനസ്സിലാക്കാത്തെന്നും അച്ഛൻ ഫോൺ വിളിച്ച് എല്ലാവരോടും ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായെന്ന് പറയുന്നുണ്ടെന്നും നിധി സാന്ദ്രയോടായി പറയുമ്പോഴേക്കും ഹേമ അങ്ങോട്ടെത്തുന്നുണ്ട്. അത് ശരി, നിധിയെ കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് സാന്ദ്രയോടായി ചോദിച്ച് നിധിയോടായി മോളെ ഇതേ സൂര്യ വന്നിട്ടുണ്ട്, അച്ഛൻ നിന്നോടെ വേഗം വരാൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് ഹേമ പോകുന്നുണ്ട്. അപ്പോഴേക്കും സാന്ദ്ര നിധിയോടായി ചോദിക്കുന്നുണ്ട്, സൂര്യ എന്താ ഇങ്ങനെയെന്ന്. ആദ്യം മുതലേ അയാൾ ഇങ്ങനെ തന്നെയായിട്ടെത്തി പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ. എന്നെ അയാളോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിലല്ലേ ഇവിടെ എല്ലാവരും. ശരിക്കും ടോക്സിക്കാ, ഇവന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോൾ ഒരു കോൾ എടുക്കാത്തതിന് ഇത്രയും മിസ്ഡ് കോൾ പോരാത്തതിന് രാവിലെ തന്നെ വിസിറ്റും ഇതിത്തിരി ഓവറാ. സൂര്യ ഇങ്ങനെയാണെന്ന് ഞാനും അറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും, താഴേക്ക് ചെല്ലണ്ടെന്ന് സാന്ദ്രയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ഞാനില്ലെന്ന് നിധി പറയുമ്പോൾ മോളെ പക്ഷേ എന്ന് സാന്ദ്ര പറയുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല, എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞ് നിധിയും ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴേക്കും അവിടെ താഴെ ഡൈനിങ് ഹാളിൽ സൂര്യയും ദേഷ്യത്തോടെ ഇരിപ്പാ. ഹേമ സൂര്യയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കുമ്പോഴേക്കും എന്തിനാ ഹേമ കാപ്പി എടുത്തത്, ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമില്ലേ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് രാജീവനും പറയുന്നുണ്ട്. സുധീഷും പുറത്തുനിന്ന് അകത്തേക്ക് എത്തിവലിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരമായിട്ടും ഒരു കപ്പ് കാപ്പി ഇങ്ങോട്ട് തരാൻ തോന്നിയിട്ടില്ലെന്ന് അവനും പിറുപിറുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് സൂര്യ തന്നെയാ പറഞ്ഞതെന്ന് ഹേമ പറയുമ്പോൾ എന്ന് വെച്ച് നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചേ, ഞാനും കഴിക്കാം എന്ന് പറഞ്ഞ് രാജീവൻ എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോഴേക്കും എനിക്ക് വേണ്ട അങ്കിൾ എന്ന് സൂര്യ പറയുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ നിധി വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന് ഹേമയും. ഞാൻ വന്നപ്പോൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ തന്നെ 3/4 മണിക്കൂറായി എന്ന് സൂര്യ പറയുമ്പോൾ അത് അവൾ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു വരും എന്ന് ഹേമ പറയുമ്പോഴേക്കും സാരമില്ല ഞാൻ മുറിയിൽ പോയി കണ്ടോളാം എന്ന് സൂര്യയും പറയുന്നുണ്ട്. അവൾ ഇപ്പോൾ വരുമെന്ന് ഹേമ പറയുമ്പോഴേക്കും സൂര്യ അവിടെ നിന്ന് എണീറ്റോണ്ട് സാരമില്ല ആൻറ്റി ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് സൂര്യ നിധിയുടെ റൂമിലേക്കായി പോകുന്നുണ്ട്. ഹേമയും അത് ഇഷ്ടപ്പെടാതെ രാജീവേട്ടാ ഇത് എന്ന് ടെൻഷനോടെ പറയുമ്പോഴേക്കും അവൻ പോയി സംസാരിക്കട്ടെന്നേ എന്ന് രാജീവനും പറയുന്നുണ്ട്. അതിനങ്ങോട്ട് ചെന്ന് എന്ന് ഹേമ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും 3-4 ദിവസം കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ പോവില്ലേ, അവര് സംസാരിക്കട്ടെ എന്ന് രാജീവൻ പറയുന്നത് കേൾക്കെ അവന്റെ ഒരു കല്യാണം എന്ന ദേഷ്യത്തോടെ അത് കേട്ടോണ്ട് നിന്ന സുധീഷും പറയുന്നുണ്ട്. രാത്രി നിധി ഫോൺ എടുത്തില്ല, അതുകൊണ്ട് അവൻ രാവിലെ തന്നെ അന്വേഷിച്ചു വന്നത്. പോസസീവ്നെസ് അല്ലാതെന്ത്, ഏതായാലും സ്നേഹിക്കാൻ അറിയാവുന്നവന്റെ കയ്യിലാ നമ്മളെ മോളെ കൊടുക്കുന്നത്, അത് തന്നെ വലിയ സമാധാനം എന്ന് പറഞ്ഞ രാജീവനും അവിടെ ഇരുന്ന് പത്രം വായിക്കാനായി തുടങ്ങുന്നുണ്ട്. എടോ തന്തേ ഇത് സ്നേഹമല്ലടോ ഭ്രാന്താ, അതും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് സുധീഷും ആകെ ടെൻഷനോടെ മുകളിലോട്ട് നോക്കി നിൽപ്പുണ്ട്. സൂര്യ നിധിയുടെ റൂമിലേക്ക് എത്തി നിധി ഞാൻ താഴെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയെന്നറിയോ, എന്നിട്ട് നീ ഇവിടെ ചുമ്മാ സൊറ പറഞ്ഞിരിക്കുവാണല്ലേ എന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവള് രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഇപ്പൊ എഴുന്നേറ്റതേയുള്ളൂ എന്ന് ചേട്ടത്തി സാന്ദ്രയും പറയുന്നുണ്ട്. രാത്രി ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഫോൺ കട്ട് ചെയ്തത്, പിന്നെന്താ നീ ഉറങ്ങിയില്ലെന്ന് പറയുന്നത് എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും നിധിയും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അത് ശരി, അപ്പോൾ നീ ഉണർന്നിരിക്കുകയായിരുന്നു, എന്നിട്ടാ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാഞ്ഞത്, എന്താ ഫോൺ എടുക്കാതിരുന്നത്, എന്താ എടുക്കാതിരുന്നെന്ന്, ഉറക്കം വരുന്നെന്നാണ് പറഞ്ഞിട്ട് മനഃപൂർവ്വം എൻ്റെ ഫോൺ എടുക്കാതിരുന്നതാണല്ലേ, ദാ ഇപ്പോഴും നിന്റെ കയ്യിലാണ് ഫോൺ, പറ എന്താ ഫോൺ എടുക്കാതിരുന്നത്, എനിക്ക് ഉത്തരം കിട്ടിയേ തീരൂ, ഉത്തരം പറയടി എന്താ എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് എന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അത് സഹിക്കാനാവാതെ ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് എനിക്ക് സൗകര്യമില്ലായിരുന്നു, എൻ്റെ മുറിയിൽ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ എന്നൊക്കെ നിധി ദേഷ്യത്തോടെ ചോദിക്കുന്നത് താഴെ നിന്ന് കേട്ടോണ്ട് നിൽക്കുന്ന സുധീഷിനും ആകെ സന്തോഷമാവുന്നുണ്ട്. ഞാൻ എന്തിന് നിങ്ങളുടെ ഫോൺ എടുക്കണം, അതിനാദ്യം ഉത്തരം പറ, ഞാൻ എന്തിന് നിങ്ങളുടെ കോൾ എടുക്കണം. ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ മിനിമം കാണിക്കേണ്ട മാനേഴ്സ് തനിക്കുണ്ടായിരുന്നോ, ഒന്ന് മുട്ടുക പോലും ചെയ്യാതെ കയറി വന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാടോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുന്ന കണ്ട് സാന്ദ്ര അവളെ തടയുന്നുണ്ടെങ്കിലും നിധി അവന്റെ മുമ്പിലേക്ക് ചെന്ന് ഉത്തരം പറ, നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്, എന്താ അധികാരമുള്ളതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. പുറത്തു പോവാൻ, ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് നിധി ബഹളം വെക്കുമ്പോഴേക്കും താഴെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന രാജീവനും ഹേമയും അത് കേട്ട് ഞെട്ടലോടെ എഴുന്നേറ്റുകൊണ്ട് അവളുടെ റൂമിലേക്കായി പോകുന്നുണ്ട്. സൂര്യ അത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോടോ എന്ന് നിധി പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവനും ഹേമയും അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്താ ഉണ്ടായത് എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ മുറിയിലേക്ക് കയറി വന്നത് അത്ര വലിയ തെറ്റാണോ അങ്കിൾ, എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് ചീത്ത വിളിക്കുന്നു, ഞാനിപ്പോ ആരാണെന്നാ ഇവള് ചോദിക്കുന്നത്, ഇവൾക്കിപ്പോ എന്താ പറ്റിയത് അങ്കിൾ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും നിധി
മോളെ എന്താ ഇതെന്ന് രാജീവനും ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഇയാളെ വിശ്വസിക്കരുത്. രാത്രി മുഴുവൻ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒന്നും രണ്ടുമല്ല, 204 മിസ്ഡ് കോള്. ഇയാള് തനി സൈക്കോയാ അച്ഛാ, തനി സൈക്കോ എന്ന് നിധി പറഞ്ഞു തീരുമ്പോഴേക്കും രാജീവൻ അവളുടെ മുഖമടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കിട്ടിയ ആ അടിയിൽ പതറി നിധി സങ്കടത്തോടെ അച്ഛനെ നോക്കുമ്പോഴേക്കും അദ്ദേഹവും പതർച്ചയോടെ വായടക്കി നിധി എന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? നിന്റെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്ന ആളായത് എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും നിധി, ഇങ്ങനെയാണോ മോളെ സൂര്യയോട് പെരുമാറേണ്ടത് എന്നവളുടെ അമ്മയും ചോദിക്കുന്നുണ്ട്. സൂര്യയോട് സോറി പറയേ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, സൂര്യയോട് മാപ്പ് പറയാൻ എന്ന് ഹേമയും പറയുന്നുണ്ട്. ളിലെ ബഹളങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന സുധീഷും സംഗതിയൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ കാര്യമായി നടക്കുന്നുണ്ട് എന്ന് പിറുപിറുത്തോണ്ട് അവിടെ നിൽപ്പുണ്ട്. നിധി എന്നിട്ടും സോറി പറയാതെ നിൽക്കുമ്പോഴേക്കും രാജീവനും ദേഷ്യത്തോടെ മാപ്പ് ചോദിക്ക് നിധി, എന്നെ കൊണ്ട് ഇനി ആവർത്തിക്കരുത്, മാപ്പ് ചോദിക്ക് എന്ന് പറയുമ്പോഴേക്കും നിധിയും അവന്റെ മുഖത്ത് പോലും നോക്കാതെ കരച്ചിലോടെ സോറി എന്ന് പറയുന്നുണ്ട്. രാജീവൻ അപ്പോഴേക്കും സൂര്യയുടെ അരികിലേക്ക് ചെന്ന്, സോറി സൂര്യ, ഇവൾ ചെയ്ത തെറ്റിന് ഞാൻ സോറി പറയുന്നു. ഒന്നും മനസ്സിൽ വെക്കരുത്. സൂര്യ വാ മോനെ എന്ന് പറഞ്ഞ് രാജീവൻ വിളിക്കുമ്പോഴേക്കും സൂര്യയും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിറങ്ങി പോകുന്നുണ്ട്. രാജീവനും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പോകുമ്പോഴേക്കും ഹേമയും അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലുന്നുണ്ട്. നിധിയും സങ്കടത്തോടെ കട്ടിലിലേക്ക് ഇരുന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും സാന്ദ്രയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിധി, നീ പറഞ്ഞത് ശരിയാ മോളെ, ഇത് ശരിയാവോന്ന് ഇപ്പോ ഏട്ടത്തിക്കും സംശയമുണ്ട്. നീ കരയല്ലേ, അവരൊക്കെ കേൾക്കും, കരയല്ലേ മോളെ എന്ന് പറഞ്ഞ് സാന്ദ്ര അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഏട്ടത്തി നോക്കിക്കോ, ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല, എന്റെ കഴുത്തിൽ അയാൾ താലി കെട്ടില്ല, ഉറപ്പ് എന്ന് കരച്ചിലോടെ പറയുന്നുണ്ടേ. പിന്നീട് ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സൂര്യയെയും അവൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാനായി നിൽക്കുന്ന രാജീവിനെയും ഹേമയുമാണ് കാണിക്കുന്നത്. പറ എന്ന് ഹേമ പറയുമ്പോഴേക്കും രാജീവൻ സൂര്യയോടായി, സൂര്യ മോന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നും മനസ്സിൽ വെക്കരുത്, തൽക്കാലം വിട്ടുകള എന്ന് പറഞ്ഞവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ എൻ്റെ മുഖത്ത് നോക്കി ഗെറ്റ് ഔട്ട് അടിച്ചത് അങ്കിളും കണ്ടതല്ലേ എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും പുറത്തുനിന്ന് സുധീഷും ഇതെല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ അത്രയും തവണ ഫോൺ ചെയ്തത്, അതെന്താ അവൾക്ക് മനസ്സിലാവാത്തത്? ദേ അങ്കിളെ, എൻ്റെ മമ്മി ഇതറിഞ്ഞാ ഉണ്ടല്ലോ എന്ന് സൂര്യ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അയ്യോ, വെറുതെ അവരെയൊന്നും അറിയിക്കാൻ നിൽക്കല്ലേ മോനെ എന്ന് ഹേമയും പറയുന്നുണ്ട്. പുറത്ത് സുധീഷും ഇതെല്ലാം സന്തോഷത്തോടെ കേട്ടോണ്ട് നിൽക്കുക. ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് രാജീവൻ പറയുമ്പോൾ, എന്നാ ആദ്യം അത് ചെയ്യ്, ഞാൻ വരാം എന്ന് പറഞ്ഞ് സൂര്യയും അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ട്. സൂര്യ ദേഷ്യത്തോടെ സിറ്റൗട്ടിലേക്ക് നടന്നു വരുമ്പോഴേക്കും കാറിനടുത്ത് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്ന സുധീഷും എൻ്റെ മമ്മി എന്ന് പറയുന്നുണ്ട്. സൂര്യയും ദേഷ്യത്തോടെ എന്താടാ, 3-4 ദിവസം കഴിയട്ടെ, നിന്നെ ശരിക്കും ഞാൻ മമ്മി എന്ന് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കാറും എടുത്തോണ്ട് പോകുന്നുണ്ട്. സുധീഷും അത് കണ്ട് ചിരിയോടെ മമ്മി ഐ ആം ട്രാപ്ഡ് മമ്മി, ട്രാപ്ഡ്, ഓടാ പേടിത്തൊണ്ടൻ ചീങ്കണി തലയൻ എന്ന് പറഞ്ഞ് ചിരിയോടെ സന്തോഷത്തോടെ നിൽപ്പുണ്ട്. അവിടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധി ആശ്വസിപ്പിച്ചുകൊണ്ട് സാന്ദ്രയും അവളുടെ അരികെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും നിധിയുടെ ചേട്ടൻ അരുണും തന്റെ കാറിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഹേമയുടെ രാജീവന് ടാബ്ലറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അരുൺ അച്ഛൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നീ അവളെ വിളിക്കുന്ന രാജീവൻ ഹേമയോടായി പറയുമ്പോഴേക്കും ഹേമ നിധിയെ വിളിക്കാനായി പോകുന്നുണ്ട്. അരുണും രാജീവന്റെ അടുത്തേക്ക് വന്നിരുന്നുണ്ട് സാന്ദ്ര എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ നീ കൂടി വന്നിട്ട് അവളോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്ന് രാജീവനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹേമ നിധിയുടെ റൂമിലെത്തി ദേ അച്ഛൻ താഴേക്ക് വിളിക്കുന്നു, ദേ കലിതുള്ളി ഇരിക്കുക, വെറുതെ ഇങ്ങോട്ട് വരുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. കാട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയോടായി വാ നിധി, വെറുതെ ബഹളമുണ്ടാക്കണ്ട എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. പിന്നീട് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്ന നിധിയെയും സാന്ദ്രയുമാണ് കാണിക്കുന്നത്. രാജീവൻ നിധിയോടായി ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ ഉള്ളിലെ വിചാരമെന്ന്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നീ എന്താ കരുതിയിരിക്കുന്നത്? സൂര്യ നിനക്ക് അന്യപുരുഷനല്ല, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. അവന്റെ മുഖം നോക്കിയിട്ടാ നീ അവനെ സൈക്കോ എന്നൊക്കെ വിളിച്ചത്. ഞാൻ നിന്നെ വളർത്തിയത് അങ്ങനെയാണോ? ആണോന്ന് എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി ആ പാവം എന്ന് രാജീവൻ പറയുമ്പോൾ അച്ഛാ, രാത്രി മുഴുവൻ അയാൾ ഉറങ്ങാതെ എന്റെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. 350 കോളുകൾ. ഞാൻ പിന്നെ അയാളെ എന്താ വിളിക്കേണ്ടതച്ചാ എന്ന് നിധിയും പറയുന്നതും ശ്രദ്ധിച്ച് പുറത്തു നിൽക്കായിരുന്ന സുധീഷും ഷോ എൻ്റെ ദൈവമേ, 350 കോളോ, അവന് നട്ടപ്രാന്ത് തന്നെയാ എന്ന് പറയുന്നുണ്ട്. എന്തു വർത്താനം നിധി നീ പറയുന്നേ? സാന്ദ്ര എന്നോട് പറഞ്ഞു നിന്നെ കിട്ടാഞ്ഞിട്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഇത് സ്നേഹം കൊണ്ടല്ലേ മോളെ എന്ന് അരുണും ചോദിക്കുന്നുണ്ട്. ഇതാണോ സ്നേഹം? ഏട്ടാ ഇത് ടോർച്ചറാ. നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിട്ടില്ല, ഇനി ഇഷ്ടപ്പെടാൻ പറ്റുകയില്ല, എനിക്ക് അയാളെ കല്യാണം കഴിക്കണ്ട എന്ന് നിധി തീർത്തു പറയുന്നുണ്ട്. അത് കേൾക്കെ അരുണും ദേഷ്യത്തോടെ നിധി എന്നും വിളിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും രാജീവൻ അവനെ പിടിച്ചിരുത്തുന്നുണ്ട്. രാജീവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ഈ വാക്ക് ഞാൻ തുടക്കം മുതലേ കേട്ടതാ, എന്താ നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം പറ, വേറെ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്. പരപ്പോടെ നിധി അച്ഛനെ നോക്കുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ട് നിന്ന സുധിയും അയ്യോ
അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? പകല് മുഴുവൻ വെള്ളം കോരി അവസാനം കുടമിട്ട് ഉടക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നിന്നോടാ ചോദിച്ചത്, ആ കാരണം കൊണ്ടാണോ നീ വേണ്ടെന്ന് പറയുന്നത് എന്ന് അവളുടെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, ഇതുവരെ ഈ കല്യാണത്തിന് വേണ്ടി രൂപ എത്ര മുടക്കിയെന്ന് നിനക്കറിയാമോ? എത്ര ആളുകളെ വിളിച്ചെന്നറിയോ? കല്യാണത്തിന് 1-2 ദിവസം മാത്രമുള്ളപ്പോഴാണോ വേണ്ടെന്ന് പറയുന്നത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ തുടക്കം മുതലേ വേണ്ടെന്ന് തന്നെയല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് നിധി വീണ്ടും പറയുമ്പോഴേക്കും, അതിന്റെ കാരണമാണ് ചോദിച്ചതെന്ന് രാജീവനും. എന്താ അച്ഛ ഇങ്ങനെ? നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? സൂര്യയായിട്ട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ തുടക്കം മുതലേ പറയുന്നതല്ലേ, നിങ്ങളല്ലേ അതൊട്ടും കേൾക്കാതെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് നിധി പറയുന്നത് കേട്ട് സുധീഷും ആശ്വാസത്തോടെ സമാധാനം എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചു വരെ നോക്കിയതാ, ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ല അച്ഛാ എന്ന് നിധി പറയുമ്പോഴേക്കും, നിധി നിന്റെ അച്ഛനും ഞാനും തമ്മിൽ കല്യാണം കഴിച്ചതേ തമ്മിൽ സംസാരിച്ചിട്ടും ചേർച്ചുറപ്പിച്ചിട്ടും ഒന്നുമല്ല. എന്നിട്ട് ഞങ്ങളും ജീവിക്കുന്നില്ലേ? നിന്റെ ചേട്ടനും സാന്ദ്രയും ജീവിക്കുന്നില്ലേ? എടീ തങ്കം പോലുള്ളൊരു ചെറുക്കനാ സൂര്യ. അങ്ങനെ ഒരാളെ കിട്ടിയതിൽ നീ ദൈവത്തോട് നന്ദി പറയാ വേണ്ടത് എന്ന് ഹേമയും പറയുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്കിപ്പോൾ അറിയാവുന്നത് അയാളെയാണോ? അമ്മയുടെ മകളല്ലേ ഞാൻ? എനിക്ക് വേണ്ടി ഒരിക്കലെങ്കിലും എന്റെ ഭാഗത്തൊന്ന് ചിന്തിച്ചൂടെ അമ്മേ എന്ന് നിധി പറയുമ്പോഴേക്കും, നിനക്ക് വേണ്ടി ചിന്തിക്കുന്നത് കൊണ്ടാ നീ ചെയ്ത കാര്യത്തിന് ഞാൻ അവനോട് സോറി പറയേണ്ടി വന്നത്. സംസാരിച്ച് സമാധാനപ്പെടുത്തി തിരിച്ചയച്ചത് എന്ന് രാജീവനും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ദേ നോക്ക്, നീ എന്തു തന്നെ മനസ്സിൽ വിചാരിച്ചാലും ഈ കല്യാണമേ നടക്കൂ. ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് അതൊഴിവാക്കാനാണ് വിചാരമെങ്കിൽ മോളത് മറന്നു കളഞ്ഞേക്ക്. വാക്കിനും അഭിമാനത്തിനും ജീവനേക്കാൾ വിലയുണ്ട് ഈ രാജീവ് ശങ്കറിന്. ഇതെങ്ങാനും മുടക്കാൻ നോക്കിയാ എന്തു വേണമെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് രാജീവൻ ചോദിക്കുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് റൂമിലേക്കായി പോകുന്നുണ്ടേ. ഹേമേ, അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന് ഹേമയോടായി പറയുന്നുണ്ട് രാജീവൻ. റൂമിലെത്തിയ നിധിയും ദേഷ്യത്തോടെ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട്, ഇല്ല, ഞാൻ അവനെ കല്യാണം കഴിക്കില്ല, എന്തു വന്നാലും കഴിക്കില്ല, ഉറപ്പ് എന്ന് പറഞ്ഞ മനസ്സിൽ എന്തോ തീരുമാനിച്ചിറപ്പിച്ച പോലെ ഇരിക്കുന്നുണ്ട് അവൾ. പിന്നീട് കാറിനടുത്ത് നിൽക്കുന്ന സുധീഷിന്റെ അടുത്തേക്കായി നിധി എത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതാ ശരി, ഇനി ഈ വീട്ടിൽ നിന്നാ ശരിയാവില്ല. ഞാൻ കരുതിയത് ഇത് എന്റെയും കൂടി വീടാണെന്നാ, ഇവിടെയുള്ളവർക്ക് എന്നെ മനസ്സിലാവുമെന്നാ ഇതുവരെ ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലായി. ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ഇത്രയും കാലം ഞാൻ ഇവര് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇനി വയ്യ. എന്റെ താല്പര്യത്തെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെ അവരുടെ താല്പര്യത്തിന് മാത്രം ചില തീരുമാനങ്ങൾ എടുത്താൽ എനിക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴൊന്നും വിവാഹം വേണ്ടെന്നായിരുന്നു എനിക്ക്. പക്ഷേ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ ഞാൻ അതിനും തയ്യാറായത്. അതിനുവേണ്ടി ഒട്ടും ചേരാത്തൊരാളുടെ കൂടെ സഹിച്ച് ജീവിക്കണോ ഞാൻ? അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ആരോടോ ഇഷ്ടമുള്ളോണ്ടാന്നായി. എനിക്ക് വയ്യ എന്ന് നിധി പറയുമ്പോൾ, ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക വീട്ടുകാരും അങ്ങനെയാ. പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കൂല. തങ്ങൾ കണ്ടെത്തിയതാണ് ഏറ്റവും നല്ല പയ്യനെന്ന് അവർ വാശി പിടിക്കും. അവസാനം കല്യാണവും കഴിഞ്ഞ് ജീവിതവും കുളമായി രണ്ടും രണ്ടറ്റത്ത് നിൽക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് നിലവിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് കാര്യം? പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതായില്ലേ? ഇയാളുടെ ജീവിതം അങ്ങനെ നശിപ്പിക്കരുതെന്ന് ഞാനും പറയൂ എന്ന ആവശ്യത്തോടെ സുധീഷ് പറയുമ്പോഴേക്കും, ഇല്ല എന്ന് നിധിയും കരച്ചിലോടെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ആരും നിൽക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാവും. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് നിധി പറയുമ്പോഴേക്കും, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. തൽക്കാലം തിരുവനന്തപുരത്തേക്ക് മാറി നിൽക്ക്. അവിടുന്ന് പിന്നെ എങ്ങോട്ട് വേണേലും പോവാലോ, ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ഞാൻ ഇതുവരെ വീട് വിട്ട് എവിടേക്കും പോയിട്ടില്ല. തിരുവനന്തപുരം പോലും എനിക്ക് ശരിക്കും അറിയില്ല, ആരെയും പരിചയവുമില്ല എന്ന് നിധി പറയുമ്പോൾ, ഞാൻ തിരുവനന്തപുരത്തുകാരനല്ലേ, ഇയാൾക്ക് എന്നെ പരിചയമുണ്ടല്ലോ, പിന്നെന്താന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇയാളുടെ കൂടെയോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെന്താ വിശ്വാസമില്ലേ? എടോ, ഇയാളെ ആ കിഴങ്ങന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് തള്ളിവിടാൻ പോകുന്ന വീട്ടുകാരെക്കാളും ഭേദമാണ് ഞാൻ. ഇയാള് നാട് വിട്ടു പോവാണെന്നൊന്നും വിചാരിക്കണ്ട. തിരുവനന്തപുരത്തേക്ക് പോയി കുറച്ചു ദിവസം താമസിക്കുന്നു. എന്നിട്ട് കല്യാണം മുടങ്ങിയതിനു ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ഏയ്, അതൊന്നും ശരിയാവില്ല. എങ്ങനെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. എനിക്ക് വീടും വേണ്ട, ഇവിടെയുള്ള ആരും വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. ഓക്കെ, അത് ഇയാളുടെ ഇഷ്ടം. പക്ഷേ എന്തായാലും ഇവിടുന്ന് പോയല്ലേ പറ്റൂ. പിന്നെ തിരുവനന്തപുരത്ത് എവിടെ താമസിക്കുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതിന് എന്റെ വീടുണ്ടല്ലോ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധിയും അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്വർഗം പോലൊരു വീട്. ഇയാൾ വരുന്നുണ്ടെന്നറിഞ്ഞ എല്ലാവരും ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അതിന് ഞാനെപ്പോഴാ ഇയാളുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഞാനില്ല, എന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മതി. അതിനു വേണ്ട പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം. അവിടെ വല്ല വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലോ PGയിലോ ഞാൻ താമസിച്ചോളാം എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും ആലോചനയോടെ നിൽപ്പുണ്ട്. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? പൈസയുടെ കാര്യമാണെങ്കിൽ അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. ഏയ്, അതൊന്നുമല്ല.
എന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എല്ലാം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടേ അവസാനം ഇയാൾ വരാതിരുന്ന വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ കുടുങ്ങും എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസം തോന്നുന്നില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അയ്യോ അതല്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നാ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടണം എന്ന് നിധി പറയുന്നത് കേട്ട് അമ്പരപ്പോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.